വെൽക്കം ടു അവർ വ്ളോഗ്. പിന്നെ എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. പിന്നെ ക്രിസ്മസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു എല്ലാവർക്കും? ക്രിസ്മസ് ആയിട്ട് ഇവിടെ വെക്കേഷൻ ആയാലും യാതൊരു വ്ളോഗും ചെയ്യാൻ സാധിച്ചില്ല കേട്ടോ. കാരണം കുട്ടീസ് ചിലപ്പോൾ വ്ളോഗിങ്ങും കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പൊ നമ്മുടെ ഒരു കുഞ്ഞു വ്ളോഗിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. അപ്പൊ ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ എൻ്റെ ഡ്രസ്സുകളൊക്കെ ഒന്ന് അടക്കി പെറുക്കി വെച്ച് ഒന്ന് ക്ലീൻ ആക്കാന്ന് വെച്ചാൽ എൻ്റെ കബോർഡ് ഒന്ന് വൃത്തിയാക്കണതാട്ടോ കാണണേ. അപ്പൊ ഞാൻ 2-3 പ്രാവശ്യം ഇങ്ങനെ ഉപയോഗിച്ച് എനിക്ക് ഇഷ്ടമായ കുറച്ച് ടോപ്പുകൾ ഞാൻ എന്താ എടുക്കാണ്. അതിൽ നിന്ന് ഞാൻ കുറച്ച് ടോപ്പുകൾ, ഒരു 4 ടോപ്പുകൾ ഒന്ന് സെലക്ട് ചെയ്ത് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താന്ന് വെച്ചു കേട്ടോ. കാര്യം വേറൊന്നല്ല, നിങ്ങൾ ഈ എന്താ പറയാ ബ്രാൻഡഡ് ആയിട്ടുള്ള കോസ്റ്റ്ലി ടോപ്പും കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സും മാത്രം യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോ കാണണ്ട കേട്ടോ. കാരണം നിങ്ങൾക്ക് ഉപകാരപ്പെടില്ല. എന്നെ പോലെ എന്താ പറയാ കുറേ എണ്ണം മാറി മാറി ഇങ്ങനെ ഒരെണ്ണം തന്നെ യൂസ് ചെയ്യാതെ വേറെ 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 ഇടാനൊക്കെ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി. കാരണം നമ്മള് ഒരു ടോപ്പ് മേടിക്കണ കാശ് കൊണ്ടാണ് നമ്മൾ ഈ 4 ടോപ്പ് മേടിച്ചത്. അപ്പൊ നമുക്ക് മാറി 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 ഇടുകയും ചെയ്യാം. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ ഈ 4 ടോപ്പ് കാണിക്കാൻ കാരണം എന്താ വെച്ചാൽ ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് ഇപ്പൊ 2-3 ട്രിപ്പോളം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കളർ ലോസോ കളർ ഫെയ്ഡോ അങ്ങനെയൊന്നും വന്നിട്ടില്ല. അപ്പൊ നമുക്ക് വിശ്വസിച്ച് വാങ്ങാം. പിന്നെ ഞാൻ ഓൾട്രേഷൻ ചെയ്തിട്ടില്ല. എനിക്ക് സാധാരണ ധൃതി കൂടുതലുള്ള ആളാണ്. അതായത് എനിക്കൊരു ടോപ്പ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് അപ്പൊ തന്നെ ഇടണം. പിന്നെ അത് ഓൾട്രേഷൻ ചെയ്യാൻ കൊടുത്ത് പിന്നെ വെയിറ്റ് ചെയ്ത് പിന്നെ എടുക്കാൻ അത്രയും ക്ഷമയൊന്നും എനിക്കില്ല. അപ്പൊ എനിക്ക് ഒരെണ്ണം മേടിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഇടാനാണ് എനിക്ക് താല്പര്യം. അപ്പൊ പിന്നെ നമ്മൾ ഇത് സൈസ് കറക്റ്റ് ആയതുകൊണ്ട് വലിയ ഓൾട്രേഷൻ വേണ്ട. പിന്നെ ഇതിന്റെ എല്ലാത്തിന്റെയും ഉള്ളിൽ ഇവര് ലോക്ക് ചെയ്തിട്ടുണ്ട്, സ്റ്റിച്ചിന്റെ ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാരണം നമുക്ക് വലിയ കുഴപ്പമില്ല, പേടിക്കാതെ ഇട്ടോട്ട് പോവാം. കാരണം റോട്ടിൽ വെച്ച് കീറില്ല. അപ്പൊ ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾക്ക് സ്കേർട്ടും ടോപ്പും ഒക്കെ ഇടാനാണ് കൂടുതൽ ഇഷ്ടം എന്നുണ്ടെങ്കിൽ സ്കേർട്ടും ടോപ്പും അല്ല കേട്ടോ. ഇത് സ്കേർട്ടും ടോപ്പും പോലെ തന്നെ ഇരിക്കണ ഒരു ചുരിദാർ ടോപ്പാണ്. പക്ഷെ കാണുമ്പോ സ്കേർട്ടും ടോപ്പും പോലെ. ഇത് ഞാൻ ക്രിസ്മസ് പ്രമാണിച്ച് റെഡ് എടുത്തതാട്ടോ. ഇതിന്റെ പല പല വെറൈറ്റികൾ ഉണ്ട്. അങ്ങനെ ഇട്ട് നോക്കിയപ്പോ എനിക്ക് ഇഷ്ടായിട്ടോ സംഭവം. പിന്നെ അടിയിലൊരു ചെറിയ ബോട്ടം ഇടണത് നല്ലതാട്ടോ. വേറെ സജഷൻ ഒന്നുമില്ല, എനിക്ക് ഇഷ്ടായി. അപ്പൊ ഇതാണ് ലുക്ക്. ഇനി അടുത്ത ടോപ്പ് കാണാട്ടോ. ഇതാട്ടോ. അങ്ങനെ ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് ഇതും ഇഷ്ടമായി. നമുക്ക് നല്ല കംഫർട്ടബിൾ ആണ്. ഇനി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടോപ്പാട്ടോ കാണിച്ചു തരുന്നത്. കാരണം ഈ ഒരു ടോപ്പ് എടുത്തിട്ട് ഞാൻ ഇതിന്റെ 3 വെറൈറ്റി കളേഴ്സ് ഉണ്ടായുള്ള 3 എണ്ണവും മേടിച്ചു. അതിന്റെ തന്നെ വേറെ കളറാട്ടോ. ഇത് ഇങ്ങനെ, ഇത് ഇങ്ങനെ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. കാരണം ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ല കംഫർട്ടബിളാ. പിന്നെ ഇതിന്റെ ഇവിടെ നമുക്ക് ഷേപ്പ് ഒന്നും ചെയ്യണ്ട. ഇവിടെ ഒരു ത്രെഡ് വന്നിട്ടുണ്ട്. അപ്പൊ അതൊന്നും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഷേപ്പിൽ കിടക്കുകയും ചെയ്യും. നല്ല ടോപ്പാട്ടോ. ഒട്ടും കളറും ഫേഡ് ആവണില്ല. നല്ല ടോപ്പ്. ഇതിന്റെ 2 കളർ ഇപ്പൊ എന്റെ ഉണ്ട്. ഒരെണ്ണം കൂടി ഞാൻ മേടിച്ചിട്ടുണ്ടായത് ഇവിടെ ഒരു പിടുത്തില്ല. ഇവിടെ തന്നെ എവിടെയും ഉണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ 2 എണ്ണം കാണിച്ചു തന്നേട്ടാ. അങ്ങനെ ഇതും ഒന്ന് ഇട്ട് കാണിക്കാട്ടോ. എനിക്ക് മോഡൽ ചെയ്തൊന്നും ശീലമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് നിങ്ങളെ ഇത് ഇട്ടിട്ട് എങ്ങനെയാണെന്നൊന്ന് മാത്രം ഒന്ന് കാണിച്ചു തരണുള്ളൂ കേട്ടോ. അപ്പൊ ഇതാണ് എനിക്ക് കംഫർട്ടബിൾ ആയി തോന്നി. ഇനി നെക്സ്റ്റ്, ഇതിന്റെ റേറ്റ് കേട്ടാ നിങ്ങൾ ഞെട്ടും. ഭയങ്കര റേറ്റാ. 200 സംതിങ് ഉള്ളൂ. ഇത് കോട്ടൺ മെറ്റീരിയൽ ആണ്. മെറ്റീരിയൽ കോട്ടൺ ആണ്. ഒട്ടും കളറ് പോണില്ല. പിന്നെ ചില ടോപ്പ് നമ്മൾ ഇട്ട് വാഷ് ചെയ്ത് കഴിയുമ്പോൾ ടൈറ്റ് ആവുമല്ലോ, അതായത് ഇതിന്റെ തുണി ചുരുങ്ങുമല്ലോ. ആ വക പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. നല്ല ടോപ്പാണ്. പക്ഷെ നല്ല റേറ്റ് തീരെ കുറവാണ്. നമ്മളൊരു ടോപ്പ് തയ്ക്കണം എന്നുണ്ടെങ്കിൽ ലൈനിങ് വെച്ച് അടിക്കണം എന്നുണ്ടെങ്കിൽ ഇതിനേലും കൂടുതൽ റേറ്റോ. അപ്പൊ ഇത് നല്ല കളറുമാണ്. ഇതെല്ലാം മേടിക്കുമ്പോൾ നമ്മൾ സൈസ് ഒന്ന് കറക്റ്റ് ആയി നോക്കി മേടിച്ചാൽ മതി. അങ്ങനെ ഇന്നത്തെ എന്റെ 1 man ഷോ എന്റെ ഈ 4 ടോപ്പുകളായിരുന്നു കേട്ടോ. ഈ ടോപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര റേറ്റ് കുറവാണ്. എക്കേതിനും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളതാണ്. അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻ വെയർ ഒന്നല്ല, പാർട്ടി വെയർ ഒന്നല്ല. നമുക്ക് ഡെയിലി മാറി മാറി ജോലിക്കൊക്കെ പോണ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മാറി മാറി ഇട്ടുകൊണ്ട് പോവുകയും ചെയ്യാം. എന്താ പറയുക, ഒരെണ്ണം തന്നെ ഇട്ടിട്ടിട്ട് ബോറടിക്കില്ലേ. അപ്പൊ ഈ ഒരെണ്ണത്തിന്റെ പൈസ ഉണ്ടെങ്കിൽ 4 ടോപ്പ് മേടിക്കാം. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്താ പറയാ
കമന്റ് ചെയ്യുക. പിന്നെ ഞാൻ ഇതൊക്കെ മേടിച്ചത് എവിടുന്നാണ്, കുറെ ഉണ്ടല്ലോ നമ്മുടെ ഓൺലൈൻ ഷോപ്പിംഗ്. തുടർന്ന് നല്ല നല്ല വീഡിയോസിൽ കാണാം. അപ്പൊ ഇന്ന് ഇത്രയ്ക്കുള്ളൂ. ഓക്കെ, ബൈ, സീ യു.